മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സൈക്കിൾ കടിച്ചു പിടിച്ചിരിക്കുന്നു. താങ്ക് യു മിസ്റ്റർ സന്തോഷ്. ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനത്തിന് നന്ദി. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. എന്താണ് ചാർലി അടുത്ത പരിപാടി? അടുത്ത പരിപാടിയാണ് നാടൻ പാട്ടുകളുടെ രാജകുമാരൻ. ആരാണെന്നറിയോ? ആരാണ്? നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ ഇതാ വരുന്നു. തങ്കമ്മേ പരുത്തന്റെ പോമൊളിച്ച് ചാടിയ തങ്കമ്മേ എന്റെ പറക്കമ്പാത്തിന് ഒതുക്കം കിട്ടിയൊടി തങ്കമ്മേ. അതിരന്തോതെ ഓതയാരോതെ അതിരന്തോതെ ഓതയാരോതെ അതിരന്തോതെ ഓതയാരോതെ അതിരന്തോതെ ഓതയാരോതെ നടുകറങ്ങി ഞാൻ നട്ടം തിരിഞ്ഞടി തങ്കമ്മേ പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കമ്മേ നടുകറങ്ങി ഞാൻ നട്ടം തിരിഞ്ഞടി തങ്കമ്മേ ഇപ്പൊ പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കമ്മേ. വടക്കമ്പാട്ടിന് വീടുക്ക് കൊട്ടണ തങ്കമ്മേ നിന്റെ നടപ്പ് കണ്ടിന് കിടുങ്ങി പോയത് തങ്കമ്മേ. വടക്കമ്പാട്ടിന് വീടുക്ക് കൊട്ടണ തങ്കമ്മേ നിന്റെ നടപ്പ് കണ്ടിന് കിടുങ്ങി പോയത് തങ്കമ്മേ. പരുത്തന്റെ പൊം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കമ്പാച്ചിന് ഒതുക്കം കിട്ടൊടി തങ്കമ്മേ. പരുത്തന്റെ പൊം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കമ്പാച്ചിന് ഒതുക്കം കിട്ടിയ തങ്കമ്മേ. തന്തിന തിന തന്നാ തന്തിന തന്നാന തന്തിന. Come on! Come on! തന്തിന തിന തന്നാന തിന തന്തിന തന്തിന തിന തന്തിന. ഓ മരുത്തന്റെ പൊങ്ങൽ. Come on! പരുത്തന്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കമ്പാക്കിൽ കണ്ടിക്കട തങ്കമ്മേ. തന്തിന തിന തന്നാൻ തന്തിന തന്തിന തിന തന്നാന തിന തന്തിന. പകലും മുറ്റപ്പം പണി കെടുത്ത് കിട്ടണ കാശിന്റെ കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ. മുറ്റപ്പം പണി കെടുത്ത് കിട്ടണ കാശിന്റെ കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതിക്കളി വേല ഇതാ കാര്യം കഴിഞ്ഞു മതിക്കളി വേല ഇതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതിക്കളി വേല ഇതാ കാര്യം കഴിഞ്ഞു മതിക്കളി വേല ഇതാ. പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാറ്റിന് കള്ളു കുടിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി. പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണ കാറ്റിന് കള്ളു കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാകല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാകല വേല ഇതാ. പകല് മുഴുവൻ പണി എടുത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി. പകല് മുഴുവൻ പണി എടുത്ത് ഉണ്ടാക്കി ഉണ്ടാക്കി. പകല് മുഴുവൻ പണി എടുത്ത്. Come on friend, come on, come on. പണി കെട്ടത്ത് കിട്ടുന്ന കാറ്റിന് കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ. പകല് മുഴുവൻ പണി കെട്ടത്ത് പകല് മുഴുവൻ പണി കെട്ടത്ത് കിട്ടുന്ന കാറ്റിന് കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ. Come on everybody. എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കൽ വേല ഇതാ നമ്മളെ കട്ടത്തിലാക്കല്ല വേല ഇതാ. Thank you. നമസ്കാരം. നമസ്കാരം. സൈക്കിൾ യജ്ഞത്തിൽ എടുക്കാവോ? സൈക്കിൾ യജ്ഞത്തിന് എടുക്കാവോ? ഈ നീട്ടത്തിലുള്ളതൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതല്ല, നല്ല അഭിനയവും ഭയങ്കര അഭ്യാസമൊക്കെയാ. ആണോ? ശരി, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ ഇതിലേക്ക് എടുക്കാം. തുടങ്ങാം. ആദ്യം നിങ്ങൾ ഏബിൾ ആണോ എന്നറിയണം. സോറി, എന്ത്? അത്ര ഒരാളല്ല ഞാൻ. എത്തരത്തിലുള്ള ആളല്ല?
ഒരു വൃത്തികെട്ടൊരു മനുഷ്യനല്ല ഞാൻ. സോറി പ്ലീസ്. വൃത്തികെട്ടത്. ഈ ഏബിൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് മനസ്സിലായി. ഓ ആ അയ്യോ അത് ഞാൻ ഉദ്ദേശിച്ച അതല്ല. നിങ്ങൾ ഏബിൾ ആണോ, ഈ ജോലിക്ക് നിങ്ങൾ ഒരു ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി. അതെ. എന്താ സാർ ഈ കഥറൊക്കെ ഈ വേഷത്തിൽ? അല്ല, ഇന്ന് ഓഗസ്റ്റ് 15 രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. ഓഗസ്റ്റ് 15 ഇത് കാണല്ലേ? അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം എയിൽ തന്നെ ആരംഭിക്കാം. തുടങ്ങാം. വൈറ്റമിൻ എ എന്ന് കേട്ടിട്ടില്ലേ? വൈറ്റമിൻ എ. എ അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഷക്കീലയുടെ സിനിമ പോസ്റ്ററിൽ. കൊടക്കട കയ്യ് 2 ഇഞ്ച് നീളമുള്ളെങ്കിലും കേരളം മുഴുവൻ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമില്ലേ? എസ്മ. ആസ്മയല്ല, എസ്മ. ESMA. എസ്മ. എസ്മയുടെ ഫുൾ ഫോം പറയൂ. എലിസബത്തിന്റെ ശമ്പളം മതി ആന്റണിക്ക്. കൊടക്ക് മക്കളെ. ഇനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ആയിക്കോട്ടെ. ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെ, സാർ ഇപ്പൊ എന്നോട് കാണിക്കുന്ന സ്നേഹം, ഞാൻ സാറിന്റെ മോളോട് കാണിക്കുന്ന പ്രേമം. വൃത്തികെട്ടവനെ ഒരൊറ്റട്ടി ചെപ്പക്കുറ്റിക്കെന്നാണല്ലോ. അപ്പൊ നീയാണ് എന്റെ വീടിന്റെ അവിടെ കിടന്ന് കറങ്ങുന്നല്ലേ? എടാ 8 പിള്ളേരുടെ തന്തയാണ് ഞാൻ, അറിയാമോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റച്ഛന്റെ മകനാ ഞാൻ, മനസ്സിലായോ? ഒറ്റച്ഛന്റെ മകനാ. അതെ, ഇങ്ങോട്ട് നോക്കേ. തന്തമാരെക്കാളും വലുത് മക്കള് തന്നെയാ. തന്തമാരെക്കാൾ വലുത് മക്കളാ? പിന്നെ എടോ ഹലോ, തന്തമാരുണ്ടായിട്ട് അവിടെ മക്കളുണ്ടായിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മക്കള് തന്നെ വലുത്. ആണോ? ഞാൻ തെളിയിച്ചു തരാം. എന്നാ തെളിയിക്ക്. ഞാനൊരു ചോദ്യം സാറിനോട് ചോദിക്കാം. റേഡിയോ കണ്ടുപിടിച്ചത് ആര്? റേഡിയോ കണ്ടുപിടിച്ചത് പിന്നെ മാർക്കോണി. എന്തുകൊണ്ട് മാർക്കോണിയുടെ അച്ഛൻ കണ്ടുപിടിച്ചില്ല? ബൾബ് കണ്ടുപിടിച്ചത് ആരാ? ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ. എന്തുകൊണ്ട് എഡിസന്റെ അച്ഛൻ കണ്ടുപിടിച്ചില്ല? ഇപ്പൊ മനസ്സിലായോ? ഞാൻ കേബിൾ ആണോ സാർ? ഏബിളാണ്. എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് മഹാന്മാരെ കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം. മഹാന്മാർ നിനക്കറിയാം, എങ്കിലും വെറുതെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചോദിക്കുന്നു എന്ന് മാത്രം. മഹാത്മാഗാന്ധിജി ആരാണ്? മഹാത്മാഗാന്ധിയോ? അതാരാ? ആരാ അത്? എടാ മൊട്ടത്തല വടി കണ്ണട മഹാത്മാഗാന്ധി ആരാന്ന്? മൊട്ടത്തല വടി ഇതൊക്കെ ആരാ? ഇതൊക്കെ പിന്നെ എന്തിനാണ് ഈ 2 ഇഞ്ച് പൊക്കത്തിൽ ജീവിച്ചിരിക്കുന്നത്? എടാ ജവഹർലാൽ നെഹ്റു ആരടാ? ജവഹർലാൽ നെഹ്റു ഇതാരത്? സുഭാഷ് ചന്ദ്രബോസ് ആരടാ? സുഭാഷ് ചന്ദ്രബോസോ? ഇന്ദിരാഗാന്ധി നിനക്കറിയില്ല? ഇന്ദിരാഗാന്ധി ആരാ? പിന്നെ ഇവരെയൊക്കെ അറിയാത്ത നീ എന്തിനാണ് രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത്? സാറിന് തങ്കപ്പനെ അറിയോ? ആരെ? തങ്കപ്പനെ അറിയോ? തങ്കപ്പന ഇല്ല. പിന്നെന്തിനാ ഈ ആറടി പൊക്കമായിട്ട് നടക്കുന്നേ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാജുവിനെ അറിയോ? ഇല്ല. അറ്റ്ലീസ്റ്റ് മീൻകാരൻ മാധവനെ അറിയോ? ഇല്ല. നേഴ്സറി പോണ റിങ്കുമോൻ? ഇല്ല. ഇതാ പറഞ്ഞേ, സാറിന്റെ കൂട്ടുകാരെ എനിക്കും അറിയത്തില്ല, എന്റെ കൂട്ടുകാരെ സാറിനും അറിയത്തില്ല. ഏതായാലും അവസാനമായി നിന്നോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചാവാൻ പോവാണോ? എന്റെ അവസാനമല്ല, അവസാനത്തെ ചോദ്യം. ആയിക്കോട്ടെ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും എന്റെ ഒരു സന്തോഷം നിന്ന് ഓഗസ്റ്റ് 15 അല്ലേ? ഇതെന്താണ്? പ്ലീസ് എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞു. ഇത് 3 കളറുള്ള തുണിയല്ലേ? 3 കളറിലെ തുണി. ഇതിന്റെ നടുക്കെന്തരാ? കാളവണ്ടി ചക്രം. കാളവണ്ടി ചക്രം. ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? എടാ നിന്റെ അമ്മയാടാ അത്, നിന്നെ പെറ്റ തള്ളയത്, മനസ്സിലായോ? എന്റെ അമ്മയ്ക്ക് 3 കളറൊന്നുമില്ല, ഒറ്റ കളറുള്ളൂ, കറുപ്പ്. നിന്റെ നിക്കടാ. നമസ്കാരം സാർ. നല്ലൊരു ദിവസമായിട്ട് ഓഗസ്റ്റ് 15 ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോ വൃത്തിയായിട്ട് പറഞ്ഞിട്ട് പോയി സാർ. കേട്ടായിരുന്നു? സാർ ഒന്ന് പറ സാർ. അവ കേക്കട്ടെ, എന്താണെന്ന് പറ സാർ. സാർ ഒരു ഇന്ത്യൻ പൗരനല്ലേ? സാർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവനല്ലേ? സാർ ഈ നാട്ടിൽ ജനിച്ച ആളല്ലേ? സാർ ഈ കതറിട്ട് കൊണ്ടു നടക്കുന്ന രാജ്യം നന്നാക്കാനല്ലേ? പറഞ്ഞു കൊടുക്ക് സാർ. ഇതെന്താണെന്ന്? അതെ, ഇതല്ലേ ആ പോയവന്റെ അമ്മ.